സിക്സ്ത് ക്വസ്റ്റ്യൻ കണ്ടോ, ഏതൊരു ട്രയാങ്കുലേഷൻ ഓഫ് എക്സ് സ്ക്വയർ എടുക്കുകയാണെങ്കിലും അവിടെ അറ്റ്ലീസ്റ്റ് 4 വേർട്ടീസസ് വേണമെന്നാണ് പറയുന്നത്. എസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ, 3 ഡയമെൻഷനിൽ ഒരു സ്ഫിയർ പോലെയല്ലേ എസ് സ്ക്വയർ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ 4 വേർട്ടീസസ് അല്ല, ഒരു 3 വേർട്ടീസസ് ഉള്ളൂ എന്ന് വിചാരിക്കുക. 3 വേർട്ടീസസ് എന്ന് പറയുമ്പോൾ അതെന്തായിരിക്കും, ഒരു പ്ലെയിനിലുള്ള ഒരു ട്രയാങ്കിൾ പോലെയല്ലേ വരിക. ഇപ്പോൾ ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന മാക്സിമം ഒരു സിംപ്ലക്സ് അല്ലെങ്കിൽ മാക്സിമം ഒരു ട്രയാങ്കുലേഷൻ എന്ന് പറയുന്നത് ഒരു ട്രയാങ്കിൾ മാത്രം. അപ്പോൾ അതൊരു സ്ഫിയറിലേക്ക്, ഒരു 3 ഡയമെൻഷനിലേക്ക് വരില്ലല്ലോ. അപ്പോൾ നമുക്ക് 3 സിംപ്ലക്സ് അല്ലെങ്കിൽ 3 വേർട്ടീസസ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റില്ല, ഒരു എസ് സ്ക്വയറിലെ ട്രയാങ്കുലേഷൻ ഉണ്ടാക്കാൻ പറ്റില്ല. ഇനി 4 വേർട്ടീസസ് ആണെങ്കിലോ നമുക്കിതാ ടെട്രാഹെഡ്രൺ പോലെ ഉണ്ടാക്കാം. അപ്പോൾ അതെന്തായി, അതെന്ന് പറയുന്നത് ടെട്രാഹെഡ്രൺ എന്ന് പറയുന്നത് എസ് സ്ക്വയറിൻ്റെ ട്രയാങ്കുലേഷനായിട്ട് നമുക്ക് പറയാൻ പറ്റും അല്ലേ. ഇനി നമുക്കിതിനെ മാത്തമാറ്റിക്കലി പറയണം. മാത്തമാറ്റിക്കലി നമ്മൾ പറയാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് യൂളേഴ്സ് ഫോർമുലയില്ലേ. യൂളേഴ്സ് ഫോർമുല എന്ന് പറയുന്നത് വി മൈനസ് ഇ പ്ലസ് എഫ് ഈക്വൽ ടു 2. ഈ ഫോമുല യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. വി എന്ന് പറഞ്ഞാൽ വേർട്ടീസസ് ആണ്, ഇ എന്ന് പറഞ്ഞാൽ എഡ്ജസ് ആണ്, എഫ് എന്ന് പറഞ്ഞാൽ ഫേസസ് ആണ്. അപ്പോൾ ട്രയാങ്കുലേഷനിൽ നമുക്കറിയാം, ട്രയാങ്കുലേഷനിൽ നമ്മൾ ഫേസസ് ഒക്കെ ട്രയാങ്കിൾ ആക്കിയിട്ടല്ലേ മാറ്റുന്നത്. അപ്പോൾ നമുക്ക് വി മൈനസ് ഇ പ്ലസ് എഫിനെ, ഇനി എഫിനെ എന്ത് ചെയ്താൽ നമുക്ക് ട്രയാങ്കിൾ ആക്കിയിട്ട് ടി ആയിട്ട് എഴുതാം. ഇനി എഡ്ജസിനെ നോക്കിയേ, എഡ്ജസ് എന്ന് പറയുമ്പോൾ ഓരോ ട്രയാങ്കിളിലും എത്ര എഡ്ജസ് ഉണ്ടാവും, 3 എഡ്ജസ് ഉണ്ടാവും അല്ലേ. ഓരോ എഡ്ജ് എന്ന് പറയുന്നത് കറക്റ്റ് 2 ട്രയാങ്കിളായിട്ട് അതെന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഓരോ എഡ്ജും ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എഡ്ജസിനെ 3t/2 എഴുതാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇനി എഡ്ജസിന് എങ്ങനെ എഴുതുന്നു, 3t/2. ഓക്കെ, അപ്പോൾ വി മൈനസ് 3t/2 പ്ലസ് ടി ഈക്വൽ ടു 2 എന്ന് വരും. ഇത് നമ്മൾ ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടുമെന്നറിയോ, 2v പ്ലസ് ടി ഈക്വൽ ടു 4 എന്ന് കിട്ടും. ഇനി ഇതിൽ വിയിലേക്ക് നമ്മുടെ വേർട്ടെക്സ് 3 എന്നിട്ട് കൊടുത്തു നോക്കിയാൽ അപ്പോൾ എന്ത് വരും, 6 പ്ലസ് ടി ഈക്വൽ ടു 4 എന്ന് വരും. അപ്പോൾ ടിക്ക് എന്താ വരിക, -2 എന്ന് വെച്ചാൽ 3 വേർട്ടെക്സ് എടുക്കുമ്പോൾ നമുക്ക് 2 ട്രയാങ്കിൾ അവിടെ കിട്ടുമോ, ഇല്ലല്ലോ. 3 വേർട്ടെക്സ് നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് അവിടെ 2 ട്രയാങ്കിൾ കിട്ടില്ല. അപ്പോൾ ഇത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കേസാണ്. ഇനി അടുത്ത് നമ്മൾ എന്ത് ചെയ്യുക, വിക്ക് 4 ഇട്ട് കൊടുക്കാം. വിക്ക് 4 ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും, വിക്ക് 4 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 8 പ്ലസ് ടി ഈക്വൽ ടു 4 എന്ന് വരും. അഥവാ ടിക്ക് നമുക്ക് -4 എന്ന് വാല്യൂ കിട്ടും. അപ്പോൾ നമ്മൾ 4 വേർട്ടെക്സ് അല്ലേ, 4 വേർട്ടെക്സ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് നോക്കാം 4 ട്രീ കിട്ടുന്നുണ്ടോ നോക്കാം. ഒന്നാ അടിയിലുള്ള ഒരു ട്രയാങ്കിൾ അവിടെ ഉണ്ടാവും അല്ലേ, അടിയിലൊരു ട്രയാങ്കിൾ ഉണ്ടാവും. പിന്നെ ഇവിടെയുള്ള ഒരു ട്രയാങ്കിൾ ഉണ്ടാവും. ഓക്കെ, 2 ട്രയാങ്കിളായി. പിന്നെ ഈ ബാക്ക് സൈഡിലൊരു ട്രയാങ്കിൾ ഉണ്ടാവും, 3 ട്രയാങ്കിളായി. പിന്നെ ഈ ഒരു ട്രയാങ്കിൾ 4 ട്രയാങ്കിളായി, കണ്ടോ. അപ്പോൾ നമുക്ക് 4 ട്രയാങ്കിൾ നമുക്ക് കിട്ടി. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ ഓക്കെയാണ്. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് പറയാൻ പറ്റും, നമ്മുടെ യൂളേഴ്സ് ഫോമുല വെച്ചിട്ട് പറയാൻ പറ്റും, ഏതൊരു ട്രയാങ്കുലേഷൻ എസ് സ്ക്വയർ എടുക്കുകയാണെങ്കിൽ അത് അറ്റ്ലീസ്റ്റ് 4 വേർട്ടീസസ് എങ്കിലും വേണം.